അമ്മായിമാര് വരുന്നുണ്ട്. എൻ്റെ മൂന്നാമത്തെ അമ്മായില്ലേ സുമതിയമ്മായി വരുന്നുണ്ട്. സുമതിയമ്മായിയുടെ മക്കൾ 3 പേര്. പിന്നെ സാവിത്രിയമ്മായിനെ അറിയാമല്ലോ, ചേറ്റുപുഴത്തെ സാവിത്രിയമ്മായി ഉഷേച്ചിയും വരുന്നുണ്ട്. സാവിത്രിയമ്മായി ജഗ്ഗുവിൻ്റെ പേരിടലിന് വന്നിട്ടുള്ളതാട്ടം കിട് അവസാനമായിട്ട് അവസാനമായിട്ട് ആകെ വന്നിട്ടുള്ളത് 15 കൊല്ലം മുമ്പ് വന്നിട്ടുള്ളതാ. 14 കൊല്ലം മുന്നേ 15 കൊല്ലം പറയും. അങ്ങനെ അമ്മായിയും വരുന്നുണ്ട്. വിഷുവിന് വരേണ്ടതായിരുന്നു അമ്മായി, പക്ഷേ ആ സമയത്ത് അമ്മായിക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അമ്മായിക്ക് ഇങ്ങോട്ട് വരേണ്ടത് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അമ്മായി എത്ര വയ്യെങ്കിലും ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അവരിപ്പോൾ എത്തും. പിന്നെ ഫുഡ് ഇന്ന് പറയണത് ഞാൻ തുന്തുരുവിന് ഇന്ന് വേറെ ഓർഡറുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കും കൂടിയും ഞാൻ ഭക്ഷണം പറഞ്ഞു അവൻ്റെ അടുത്ത്. മീൻ കറിയും ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ റോസ്റ്റ്. പിന്നെ പോർക്ക് ധന്യ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. സുമതി അമ്മയുടെ മോള് ധന്യക്ക് പോർക്ക്, നല്ല പോർക്ക് ഇറച്ചി കിട്ടും. പോർക്കിൻ്റെ ഫാം ഉണ്ട് അവിടെ. അപ്പോൾ അവൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെക്കാം. അപ്പം അങ്ങനെയാണ് ഫുഡൊക്കെ കേട്ടാ. വേറെ ഞാനൊന്നും വെച്ചിട്ടില്ല, ചോറ് മാത്രം രാവിലെ വെച്ചിട്ടുള്ള, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അച്ഛനമ്മയും വരും, ആൻറ്റിയും മാമനും വരും, എല്ലാവരും. അതെ. 15 കൊല്ലങ്ങൾക്ക് ശേഷമാണ് അമ്മായി എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. എന്തിട്ട് തോന്നുന്നത്, വല്ല ഓർമ്മയുണ്ട് അമ്മായിക്ക് അന്ന് എങ്ങനെയായിരുന്നു വീടെന്ന്? ഒരു ഓർമ്മയില്ല. അതുപോലെ അല്ല ഇപ്പൊ ആകെ മാറി. അത് ഓർമ്മയില്ല, ആ ചവിട്ട് മാത്രം ഓർമ്മയുണ്ട് അമ്മായിക്ക്. ഏത് ഇനി കേറിയതാ? അതുപോലെ തന്നെ, അതിനൊരു വ്യത്യാസവും ഇല്ല. അതെ, ആ ചവിട്ടുപടി ആ ചവിട്ടുപടി മാത്രം അമ്മായിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നിങ്ങളുടെയൊക്കെയും അതാണ്. ഞങ്ങൾ ഓർമ്മയുണ്ടല്ലോ, അത് മതി. എൻ്റെ മക്കളെ ഓർമ്മയിലിരിക്കോ? രഘുവിനൊക്കെ എനിക്ക് എന്തോ ഓർമ്മ. എവിടാ പൊളിച്ചിരിക്ക? ജഗ്ഗുവിന് നാണായിട്ട് പോയി. ഉഷേച്ചി വന്നപ്പോഴേക്കും പറഞ്ഞു ജഗ്ഗു ഭയങ്കര സുന്ദരനായിന്ന്, ജഗ്ഗുവിന് ഒഴിഞ്ഞിടുന്ന്, കണ്ണു പറ്റുന്ന്. അതൊക്കെ ജഗ്ഗു പോയി ബാത്റൂമിലേക്ക് പോയി തോന്നു. എന്നിട്ടാ മുറികളൊക്കെ, അത് ഒരു റൂമ്, സാമി മുറി. അവിടെ അമ്മായിക്ക് നടക്കാറാവുമ്പോ നമുക്ക് നടന്നിട്ട് കാണാം, വീട് കാണാം. എന്നിട്ടായാലും നടന്നൊക്കെ കാണണം. ചെന്നിട്ട് അവിടെ ചെന്നിട്ട് വലിയ പണിയൊന്നും ഇല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാം. അയ്യോ, അതെ. ആ വിഷുവിന്റെ സമയത്ത് അതാണ്ടായി, ഓക്സിജൻ കുറഞ്ഞു അല്ലേ? ഈ കുഞ്ഞു കുട്ടീനെ കുഞ്ഞിതായിട്ട് കിടന്ന് കഥയ്ക്കുമ്പോ കണ്ടതാ മാമ ഈ വീട്ടിൽ വന്നിട്ട്. അവര് പറയാ കുറച്ചുകൂടി വലുതായി ജഗ്ഗു അടുത്തേക്ക് വരില്ലാന്ന്. അയ്യോ, ഇത് സുമതി അമ്മായിട്ടാ. ഇത് സുമതി അമ്മായിയാണ് എൻ്റെ മൂന്നാമത്തെ അമ്മായി. കണ്ണാറുള്ള അമ്മായിനൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ ഓണാഘോഷത്തില്, ഓണത്തിന് കൂടിയല്ലേ അമ്മായി ഉള്ളത്? പൂയത്തിന് ഓണത്തിന് ഓണത്തിനാന്നുണ്ട്. 2 ഓണത്തിന്നാ അല്ലേ നമ്മളന്ന് അവിടെ അമ്പിളിയും ധന്യ സംഗീതയൊക്കെ അന്ന് വന്നത്. 4 അമ്മായിമാരാണ് എനിക്കുള്ളത്. അച്ഛന് 4 പെങ്ങന്മാരുള്ളത്. ഇതാണ് ഏറ്റവും മൂത്തമ്മായി. 2ാമത്തെ അമ്മായി രമമ്മായി, ബിന്ദു ചേച്ചിയുടെ അമ്മ. രമമ്മായി മരിച്ചുപോയി. പിന്നെ ഇത് 3ാമത്തെ അമ്മായി. പിന്നെ 4ാമത്തെയാണ് നമ്മുടെ ആൻറ്റി, നിർമ്മല ആൻറ്റിയൊക്കെ വരൂട്ടാ. ആൻറ്റിയൊക്കെ വിഷുവിന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോ അവര് വരാൻ നിക്കാന്ന് പറഞ്ഞു, കുളിക്കാൻ പോവാന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ കണ്ടിട്ടില്ല, അതുകൊണ്ട് അമ്മായി ചേച്ചിക്ക് കാണാനായിട്ട് വേഗം വരാൻ പറഞ്ഞു. കണ്ണാർന്ന് ധന്യ സുമതിയമ്മയുടെ മക്കള് ഇവരൊക്കെ വന്ന് നോക്കണം കേട്ടാ. മരുമ ബക്കറ്റിൽ എന്തിട്ടാ? ഞാൻ വീഡിയോയില് പറഞ്ഞു നിങ്ങൾ ഒരു മെറിച്ചും കൊണ്ടുവരുന്നത്. സുന്ദരി ഓക്കെ അല്ലേ ഇപ്പൊ? ഹെൽത്ത് ഒക്കെ
എല്ലാവരും ജാതി മേക്കപ്പില് ഭയങ്കര സുന്ദരികളായിട്ട് സുന്ദരന്മാരായിട്ടൊക്കെ വന്നേക്കണത്. അതെ, ഇവരൊക്കെ ജഗ്ഗുവിന്റെ പേരിടലിന് വന്നിട്ടുള്ളവരാണ് കേട്ടാ. ഒക്കെ 15 അല്ല ചേച്ചി നമ്മുടെ അമ്മ മരിച്ചിട്ട് അമ്മയുടെ അടിയന്തരത്തിനൊക്കെ വന്നിട്ടുണ്ട് സ്കൂളിലെ കണ്ടതല്ലേ അല്ലേ? ധന്യ, അമ്പിളി ആ ഓണത്തിന് ഞങ്ങള് ഫോട്ടോ എടുത്ത് തിന്നിട്ട് ഞങ്ങള് 3 പേരും കൂടി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത വയസ്സ് കൂട്ടി പറഞ്ഞു. സംഗീതപ്പെത്തും. സംഗീത കണ്ണംകുളങ്ങര എത്തിയിട്ടുണ്ട്. അപ്പൊ അച്ഛനമ്മയൊക്കെ വരുമ്പോ ആന്റി മാമനൊക്കെ കണ്ണംകുളങ്ങര ഉണ്ട്. അപ്പൊ അവര് വരുമ്പോ അവരുടെ കൂടെ വരും. യോ കൃഷ്ണനും ചെക്കനെയും സംഗീതയുടെ മോള് കൃഷ്ണയുടെ കല്യാണത്തിന് പോണ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ദേ കൃഷ്ണ. പിന്നെ ദേ പൈസ തന്നാലും അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആള് വീട്ടിൽ കയറിയത്. അതിനെ ഫ്രീ ആയിട്ട് അഭിനയിക്കണ ആളല്ല അത്രേ. മുന്നേ നമ്മൾ ബുക്ക് ചെയ്യണം, അപ്പോയിൻമെന്റ് എടുക്കണം, കോൾ ഷീറ്റ് ഒക്കെ എടുക്കണം അല്ലേ, അഡ്വാൻസ് വന്നിട്ട്. കല്യാണത്തിന്റെ സമയത്തിന് ആള് തടി വെച്ചു. അതെ, അത് അമ്പിളിയുടെ മോൻ, അമ്പിളിയുടെ പിള്ളേര് ഓരോരുത്തരായിട്ട് സെറ്റായിട്ട് ഒന്നുകൂടി അന്നത്തെ വീഡിയോ കാണാത്തവർക്ക് പരിചയപ്പെടുത്തി തരാം. സുമതി അമ്മായിനെ കണ്ടില്ലേ? 3ാമത്തെ അമ്മായി. എന്നാലും ഒരു വട്ടം കൂടി സുമതി അമ്മായി ഭയങ്കര കോമഡിയാണ് കേട്ടാ. വായ തുറന്ന കോമഡിയാ. സുമതി അമ്മായിയുടെ മൂത്ത മോള് അമ്പിളി. അമ്പിളിയുടെ 2 പിള്ളേരാണ് ഇവർ 2 പേരും. ഇവൻ ഭയങ്കര ഗായകനാ. വിഷ്ണു എന്നോട് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓടി ബെസ്റ്റായിട്ട് പാട്ട് പാടും. അമ്പിളി അതാട്ടാ, നന്നായി പാട്ട് പാടും. എല്ലാവരും ഭയങ്കര കലാകാരികളാണ്, കലാകുടുംബം. അതന്നെ. ദേവുട്ടിയുടെ പേര് എന്നിട്ട് ദേവി ചന്ദന നന്ദന, ദേവി നന്ദന കേട്ടോ റിയൽ നെയിം. ദേവുട്ടി എന്നാണ് വിളിക്കുക. പിന്നെ ധന്യയുടെ മോൻ ജോലിയാണ് കൊല്ലത്ത തിരുവനന്തപുരത്ത് ഹോട്ടലിൽ ജോലിക്ക് കയറി. ഇത് പാർവതി വായോ എന്നിട്ടാണ് ഡാൻസ് കളിക്കുന്നു. ഡാൻസും കളിക്കും, പാട്ടൊക്കെ ഉണ്ട്. റീൽസ് ഇടും അല്ലേ? റീൽസ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെയും. അതെ, അങ്ങനെ തന്നെയാണ്. ജഗദീഷ് വന്നിട്ടില്ലേ? ഒരാളോട് വിളിച്ചിക്കുക. സംഗീതയുടെ മോൻ, കൃഷ്ണയുടെ അനിയൻ സംഗീതപുരം. ഇത് ഇവിടെ ഒരു പുതിയ അതിഥി ഉണ്ട്. ഞാനും ഇവിടെ വന്നപ്പോഴാണ് കാണുന്ന ആദ്യമായിട്ട്. അജിത്തിന്റെ ചേട്ടന്റെ മോളാണ് കേട്ടാ. പേര് പറഞ്ഞ വാവയുടെ പേര്. അയ്യോ നാണം വന്നു. കുറച്ച് സമയം കഴിയുമ്പോ സെറ്റാവും. ഇരുമ്പുളി, നല്ല ഉരുളൻ ഇരുമ്പുളി. പിന്നെ എന്താ വേണ്ടെന്നറിയോ? ഉണക്കമാന്തള് വറുത്തതും. അപ്പൊ ചോറ് തികയില്ല. അപ്പൊ പിന്നെ ചോറ് തികയില്ല.
മതി, എത്ര മതിയാ? ഇത് മതി, ഇത് മതി. ആ തേങ്ങ നല്ലോണം തുറന്നു അരക്കരുത്. ആ മീൻകറി വെക്കാം. ഇത് മതി ചേച്ചിക്ക്? എനിക്കിത് മതി. ഇനി അമ്പളിക്ക് ഉണ്ട് അല്ലേ? പൊട്ടിച്ചു ചേച്ചി ആവശ്യത്തിനാണല്ലോ. ഇത് മതിയില്ലേ? കൊറേ പൊട്ടിച്ചിട്ട് എന്തിനാ? അച്ചാറുണ്ടാക്കാം. പറഞ്ഞത് നന്നായി. വീണ്ടും ഇത് ഈ പറഞ്ഞമാരി ഒക്കെ ഒരുമിച്ച് വലുതാ, ഒരുമിച്ചൊക്കെ. അതന്നെ ഇത് വീണ് പോയി. അതെ ഉണ്ടായി നിക്കണ കാണാനാ ഭംഗി. ഇതിന്റെ കടക്ക വീണ് കഴിഞ്ഞാലില്ലേ എളുപ്പല്ല അത് വൃത്തിയാക്കാനായിട്ട്. ഉണക്കമീനിലേക്ക് ഇതിൽക്കേ അതന്നെയാ ആൾക്കാർ കമന്റ് ഇടും, ചേട്ടൻ ചോറ് കുഴച്ചുകൊണ്ട് കാണുമ്പോ ഉണ്ണാൻ തോന്നുന്നു. ചോറുണ്ടല്ലോ. ഇവര് വെറുതെ ഇങ്ങോട്ട് വന്നതാ, പാചകം ചെയ്യണ സ്ഥലം വീഡിയോയിലല്ലേ കണ്ടിട്ടുള്ളൂ എന്ന് പറയട്ടെ. അപ്പൊ ഇവിടെ വന്നപ്പോ എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമായി. നല്ല സുഖം ഇവിടെ ഇരിക്കാൻ. നല്ല അന്തരീക്ഷം, നല്ല ഭംഗി, നല്ല ഓരോ വശവും ഭംഗി. മനസ്സിലാവുള്ളൂ. മതി 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 അമ്പിളി മതി മതി മതി. ഇനി അടുത്തായിട്ട് അമ്പിളിനെ കൊണ്ട് ഒരു പാട്ട് പാടിച്ചാലോ? അമ്പിളി പാടും. അമ്പിളി ധന്യപാടും. ഇത് വെക്ക്, ഇത് വെക്ക്. ധന്യ പറഞ്ഞിട്ടുണ്ട് ടിയാ, ഞങ്ങള് പാടാട്ടാ നിർബന്ധിച്ചോളൂ. ഇപ്പോഴും പോയിട്ടില്ല. എന്റെ പോയി ഞാൻ പാടുമായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് അതിനോടുള്ള ഇഷ്ടല്ലേ. ധന്യ എപ്പോഴും പാചകം ചെയ്യുമ്പോ എപ്പോഴും പാട്ട് വെച്ചിട്ട് അവള് പാചകം ചെയ്യാം. മതിട്ടാ എല്ലാം പാടാന്ന് എനിക്കറിയോ? അല്ല പിന്നെ പറയണ പാടു പാടു ധന്യ പാടു. അങ്ങനെ തുടങ്ങ്. ഏത് പാട്ടാ? അങ്ങുവാനക്കോട്. അതെനിക്ക് അറിയില്ലടി. ധന്യ പാട്ട് പാടാൻ പോവാണ്. നമ്മുടെ എല്ലാവരുടെയും നിർബന്ധം. സഹിക്ക വയ്യാതായപ്പോൾ ധന്യക്ക് വരികളൊന്നും അറിയില്ല. അപ്പൊ അവളിങ്ങനെ ഫോണിൽ നോക്കിട്ടാ പഠിക്കാം. ശരിയാവില്ലടി. ശരിയായില്ലേ? നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയെന്നു കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളർ. എന്താ ചിരിച്ചേട്ടാ? വെറുതെ വർത്താനം പറയണ മാതിരി. നന്നായിണ്ടടി. കുറച്ച് കഥാപാത്രങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. തിരക്കിന്റെ ഇടയിൽ പരിചയപ്പെടുത്താൻ പറ്റിയില്ല. ദേ ബിന്ദേച്ചിനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബിന്ദേച്ചി ഇത്തിരി നേരെ വൈകിട്ട് വന്നേ. വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് അവിടെ ഷാജിയേട്ടൻ എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കലായിട്ട് വന്നേ. ദേ സംഗീത വന്നിട്ടുണ്ട്. സംഗീത വന്നപ്പോ സംഗീതയുടെ മോള് ദേ പോവാണ്. കൃഷ്ണയും അജിത് അവർക്ക് എവിടേക്കോ പോവാനുണ്ട്. അപ്പൊ അവര് ഭക്ഷണം കഴിച്ചിട്ട് അവര് ദേ വേഗം പോവാ. എന്റെ അമ്മ, പിന്നെ ദേ ആന്റി, പിന്നെ പരിചയപ്പെടുത്തണ്ട. അച്ഛനും മാമനും പിന്നെ പതിവ് പോലെ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. അവരെന്തോ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ്. തുന്തുരും ചക്കരി വന്നിട്ടുണ്ട് കേട്ടാ. ദേ അവര് പോവാണ്. കൃഷ്ണയും അജിത്തും പോകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സിറ്റ് ഔട്ടിൽ വന്ന് നിന്നു. അപ്പോൾ അച്ഛൻ ഞങ്ങളെ വന്നിട്ട് ചീത്ത പറയാൻ താന്നിച്ചിട്ടുണ്ടെങ്കിൽ സാവിത്രിയമ്മായി അകത്ത് ചോറുണ്ണാനിരിക്കണ്ടായിരുന്നു, അമ്മായിനെ ഞങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവരെ പോകുന്നവരെ യാത്രയാക്കണ്ടേ, അതുകൊണ്ടാണെന്നൊക്കെ. പക്ഷേ അച്ഛൻ അതൊന്നും കേൾക്കില്ല. അച്ഛൻ പറയണം എൻ്റെ പെങ്ങളെ നിങ്ങൾ ഒറ്റയ്ക്കാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും അച്ഛനും തമ്മിൽ ചെറിയൊരു വാദപ്രതിവാദമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മാമൻ ക്യാമറ ഓണാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛന് കാണിച്ചു കൊടുക്കുകയാണ്. ക്യാമറ ഓണാണ് കേട്ടോ നീ. അപ്പം അച്ഛൻ അതോടുകൂടി
അതോടുകൂടി അച്ഛൻ കൂളായി. പിന്നെ ചിരിച്ചു എല്ലാവരും കൂടിയിട്ട്. ചക്കരയും പോവാ. അവർക്ക് വൈകുന്നേരം ഒരു ഓർഡറും കൂടി ഉണ്ടെന്ന്, ഫുഡ് ബിരിയാണിയുടെ, ചിക്കൻ ബിരിയാണിയുടെ ഓർഡർ ഉണ്ട്. അപ്പൊ അവര് പോവാ. ഇഷ്ടമില്ലെങ്കിലും തുന്തുരു പോകുകയാണ്. തുന്തുരു പോകണ്ടെങ്കിലും മനസ്സ് ഇവിടെയാണ് തുന്തുരുവിന്റെ. ഒരു കൈ തന്നിട്ട് പോവാൻ. ആന്റി മാമനും കൂടെ പോവാ. അവര് പള്ളിപ്പുറത്തേക്ക് പോവാ. ഓ പിന്നെ ദേ സാവിത്രി അമ്മായി മുഷേച്ചും പോവാ. ചെരുപ്പിടാണ്ടോ വന്നേക്കണം അമ്മായി. അമ്മായി ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങി, അതാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ അവര് പോയി. ശരി, ആദ്യം പോണ്ട തിരക്ക്. ഞങ്ങളവിടെ കിടന്ന് വീണാവോ കട്ടിൽ മുന്ന്. അവിടെ പണിയുണ്ടെന്നാ തെങ്ങിന്റെ അവിടെ തെങ്ങ് വന്നിട്ട് പറക്കി പറക്കി കുഴിച്ചിടാനാവും വേണമെങ്കിൽ വളം. അപ്പൊ തുന്തുരും അവരൊക്കെ പോയി. അച്ഛൻ കുളിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ചെരിഞ്ഞു ഇറയത്ത് കേട്ടാ, ചെരിഞ്ഞു. നല്ല ഉറക്കം. ഇനി കുറച്ച് നേരം കുളിക്കാന്ന് പറഞ്ഞാൽ ഇവരാണെങ്കിൽ പിന്നെ അപ്പുറത്ത് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് വർത്താനം പറയല്. പണ്ടത്തെ ഓർമ്മകളായി ഇറക്കിക്കൊണ്ട് നടക്കുകയാണ്, ഇരിക്കുകയാണ്. ബിന്ദേജി പാട്ട് പാടണ്ട? പാട്ട് പാടണ്ടേ ഒരു പാട്ട്? സരിത അമ്മേരെ പ്രഷർ നോക്കുന്നു. ഒരു വൻമരം വീണു. അമ്മയ്ക്ക് തലവേദന എടുക്കുന്നുണ്ട്. ഒന്ന് BP ചെക്ക് ചെയ്യണം. അപ്പൊ BP കൂടുതൽ അമ്മയ്ക്ക്. അപ്പൊ അച്ഛനും നോക്കണം. അല്ല മിഷൻ ശരിയാണോന്ന് അറിയാനാ. മിഷൻ ഓക്കെ ആണോന്ന് അറിയണ്ടേ. 129/71 അച്ഛന് നോർമലാ. കംപ്ലൈന്റ് അമ്മയ്ക്കാ. മിഷന് കംപ്ലൈന്റ് ഇല്ല, അമ്മയ്ക്കാണ് കംപ്ലൈന്റ്. ഓരോരുത്തരായിട്ട് ഡ്രസ്സ് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലേക്ക് ചാടാൻ. അമ്മായി ചാടോ വെള്ളത്തില്? ചാടോ? പതുക്കെ ഇറങ്ങിയാ മതി. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇറങ്ങിക്കോ. കണ്ണാട തന്നോ? ഇല്ലില്ല, ഇത് ഇവിടെ വരയ്ക്കണ്ടാവുള്ളോ. ഓക്കെ, അതിലിരുന്ന് ഒഴുകി ഇറങ്ങിയാനെ. ഓക്കെ, അടുത്ത കാല് വെച്ചോ. അതിന്റെ അടിയിലേക്ക്, നേരെ അടിയിലേക്ക്. കോണി പോലെ, കോണി 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 കണ്ടാ? അതുപോലെ അടുത്ത് വെച്ചോ. അടിപൊളി. അമ്മായി നീന്തല് മറന്നിട്ടില്ലേ? വെൽ ഡൺ മൈ ഗേൾ.
വൈകുന്നേരമായി, ബാക്കി ഇതേ എല്ലാവരും പോവായി. അമ്പിളിക്ക് ലേറ്റ് ഇട്ടിട്ട് എങ്ങനെയാണ് നമ്മുടെ വീടിന്റെ ചുറ്റുന്ന് കാണാൻ ആഗ്രഹമായിട്ട് അവൾ ഇതേ ഓടിപ്പോയി കണ്ടതാ. വീട് കാണാന്ന് പറഞ്ഞിട്ടാ വന്നേ, എന്നിട്ട് വീട് കണ്ടിട്ടില്ലേന്ന് വേർത്താൻ. ചിരിച്ച് കഥ പറഞ്ഞൊന്നും തീർന്നിട്ടില്ല. വൈകുന്നേരം നേരത്താണ് പോണത്. ഇപ്പൊ ഇവരെ കൊണ്ടുവന്നാക്കാൻ പോകണം കേട്ടാ. ഹായ് ഹായ് ഹോ.